അങ്ങനെ ഏകദേശം വീണ്ടും അടുത്ത രാത്രിയായി. ഞാൻ റത്തലാമിലെത്തി. റത്തലാമിൽ എൻ്റെ ലഗേജൊക്കെ ഇറക്കി വെച്ച് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹിന്ദിക്കാരൻ കാറുകാരൻ വരാറുണ്ട്. അപ്പോൾ അയാളുടെ അടുത്ത് തന്നെ നമ്മുടെ പോർട്ടർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോർട്ടറിന് എൻ്റെ സാധനം ചുമക്കണം. അങ്ങനെ ഏറ്റവും അവസാനം നമ്മുടെ പോർട്ടർ നമ്മുടെ വണ്ടിക്കകത്ത് കയറ്റി തന്നു. ഹിന്ദിക്കാരനാണ്, ഒരു ഡിസയറിലാണ് വന്നത്. അപ്പോൾ നമ്മളിത് റത്തലാമിൽ നിന്ന് ഇനി ബനാസ്വര എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയാണ്. ഏകദേശം 2-2.5 മണിക്കൂർ കാറിൻ്റെ അകത്ത് ഇരുന്നിട്ടുള്ള യാത്രയാണ്. അപ്പോൾ ദേ കാണുന്ന ഒരു ഓട്ടോറിക്ഷ കണ്ട. അപ്പോൾ പല ഓട്ടോറിക്ഷ അവിടെ ഉണ്ടെങ്കിലും ഈ കാണുന്ന ഓട്ടോറിക്ഷയിൽ കയറാനായിട്ടും ഭയങ്കര തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ രാത്രിയൊക്കെ ആ ഓട്ടോയിൽ കണ്ട ഏകദേശം 4-5 പേരൊക്കെ കയറി ഇരുന്നിട്ട് പോകുന്നുണ്ട്. ഒരു ബൈക്ക് പോലത്തെ സംഭവമൊക്കെയാണ്. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മറ്റേ എന്തോ പറയണ കാറ്റാടി യന്ത്രം, വലിയ കാറ്റാടി യന്ത്രത്തിൻ്റെ ഒരു കാറ്റാടി കൊണ്ടുപോകുന്നു. നമ്മുടെ വണ്ടി അല്പം ബ്ലോക്കായി. അങ്ങനെ നമ്മുടെ ഹിന്ദിക്കാരൻ ഡ്രൈവർ ഭയങ്കര ഒച്ചത്തിൽ പാട്ടൊക്കെ വെച്ചേക്കാണ് കേട്ടോ. ഹിന്ദി പാട്ടൊക്കെ വെച്ചിട്ട് തകർത്തിട്ടാണ് പോണത്. അങ്ങനെ നമ്മൾക്കൊരു സൈഡ് കിട്ടിയപ്പോൾ അതിൽ കൂടി പതുക്കെ കയറി പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരനോട് പല പ്രാവശ്യം പറഞ്ഞു, ഗാന ഞാൻ നൈറ്റൊന്നും കഴിച്ചിട്ടില്ല, എനിക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ടുള്ള നല്ല കടയിൽ നിർത്തണം. അപ്പം ഞാൻ വിചാരിച്ചു അടിപൊളി വല്ല നോൺ വെജൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉണ്ടാവും, അവിടെ കയറിയിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് പോകാമെന്നൊക്കെ ഓർത്തു. പക്ഷേ ഇവൻ കൊണ്ടുപോയി നിർത്തിയത് അന്നപൂർണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെജിറ്റേറിയൻ അടിപൊളി കടയിലാണ്. നല്ല റേറ്റൊക്കെ ആണെങ്കിലും നല്ല ഫുഡൊക്കെയാണ് കിട്ടിയത്. പിന്നെയാണ് എനിക്ക് മനസ്സിലായത് രാജസ്ഥാനിൽ നോൺ വെജൊക്കെ വളരെ കുറവാണ്, വെജിറ്റേറിയനാണ് അവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഫുഡ്. അങ്ങനെ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഞാൻ വെജിറ്റേറിയൻ കഴിക്കാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അടിപൊളി വെജിറ്റേറിയൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഏകദേശം ഞാൻ കിടന്നുറങ്ങി. 12:30-1 മണിയായപ്പോഴേക്കും ഞാൻ ബനാസ്വരെത്തി. ഹോട്ടൽ റോയൽ പാരഡൈസിലാണ് ഞാൻ കിടന്നുറങ്ങിയത്. ഇത് പിറ്റേ ദിവസം എടുത്ത വീഡിയോ ഉണ്ട്, അതുകൊണ്ടാണ് അവിടെ ആൾക്കാരെ കാണുന്നത്. ആ നൈറ്റ് അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി 2 ദിവസം ഈ ഹോട്ടൽ പാരഡൈസിൽ ബനസ്വരയിലാണ് നമ്മുടെ താമസം.